ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചരിത്രപരമായ ഒരു അധ്യായം കൂടി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2026 മലേഷ്യ സന്ദർശനം ആഗോള സുരക്ഷാ ക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മോദി നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യ നടത്തുന്ന ഓരോ നീക്കവും ലോകശക്തികളെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതും ഈ സന്ദർശനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുമായി അല്പം അകന്നു നിന്നിരുന്ന മലേഷ്യ ഇന്ന് ഇന്ത്യയുടെ അടുത്ത തന്ത്രപരമായ പങ്കാളിയായി മാറിയിരിക്കുകയാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉയർന്നു കേട്ട ഏറ്റവും ശക്തമായ സന്ദേശം ഇതായിരുന്നു: നോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ടെററിസം. അതായത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല, വിട്ടുവീഴ്ചയുമില്ല. എന്താണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യം? ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഒപ്പിട്ട 11 പുതിയ കരാറുകൾ ഏതൊക്കെയാണ്? ഈ സന്ദർശനം എങ്ങനെയാണ് പാകിസ്ഥാനെയും ചൈനയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. മലേഷ്യയുടെ തലസ്ഥാനമായ കുലാലംപൂരിൽ നടന്ന ഈ സന്ദർശനം വെറും ഒരു ഫ്രണ്ട്ലി വിസിറ്റ് മാത്രമല്ല, ഇതൊരു വലിയ സ്ട്രാറ്റജിക് മൂവായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സമയം ചർച്ച ചെയ്തത് സുരക്ഷാ കാര്യങ്ങളാണ്. തീവ്രവാദത്തെ നല്ല തീവ്രവാദമെന്നും ചീത്ത തീവ്രവാദമെന്നും വേർതിരിച്ചു കാണുന്ന ഇരട്ടത്താപ്പ്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇനി അനുവദിക്കില്ലെന്ന് മോദി വ്യക്തമാക്കി. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞത് ഭീകരവാദം അത് എവിടെ നടന്നാലും ആര് ചെയ്താലും അതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണം എന്നാണ്. നോ കോംപ്രമൈസ്, നോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായൊരു താക്കീതാണ്. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ ഇന്ത്യയും മലേഷ്യയും ഇനി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും കടൽ വഴിയുള്ള സുരക്ഷ ശക്തമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ വക്താക്കളാകുമ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ എത്രത്തോളം കർക്കശക്കാരാണെന്ന് മോദി ഒരിക്കൽ കൂടി വ്യക്തമാക്കി. നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം. മലേഷ്യ പോലൊരു പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്ന് ഭീകരവാദത്തെ അപലപിക്കുമ്പോൾ അത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. ഭീകരവാദത്തിനെതിരെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും സൈബർ സുരക്ഷാ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. വെറും വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിലും ഈ സൗഹൃദം പ്രകടമാണ്. സുരക്ഷ കൂടാതെ ഇക്കണോമിക് സൈഡിലും വലിയ കുതിച്ചുചാട്ടമാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത്. ആകെ നിർണായകമായ 11 ഔദ്യോഗിക കരാറുകളാണ് ഇന്ത്യയും മലേഷ്യയും ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്. ഒന്നാമതായി സെമി കണ്ടക്ടർ സഹകരണം. ലോകത്തിലെ തന്നെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് മലേഷ്യ. ഇന്ത്യയുമായി ഈ മേഖലയിൽ സഹകരിക്കാനുള്ള തീരുമാനം നമ്മുടെ IT മേഖലയ്ക്ക് വലിയ കരുത്താകും. അടുത്തത് ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ്. ഇനി മുതൽ മലേഷ്യയിൽ പോകുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് കയ്യിൽ പണമില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ UPI ഇപ്പോൾ മലേഷ്യയിലും സജീവമാവുകയാണ്. UPIയും മലേഷ്യയുടെ പേയ്നെറ്റും തമ്മിലുള്ള സഹകരണത്തിലൂടെ പണമിടപാടുകൾ ഇനി കൂടുതൽ എളുപ്പമാകും. അടുത്തത് തദ്ദേശീയ കറൻസിയിലെ വ്യാപാരമാണ്. ഡോളറിനെ ആശ്രയിക്കാതെ ഇന്ത്യൻ രൂപയിലും മലേഷ്യൻ റിംഗിറ്റിലും വ്യാപാരം നടത്താനുള്ള നീക്കത്തിന് ഇരു രാജ്യങ്ങളും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ സഹായമാകും. നമ്മുടെ ഫോറക്സ് റിസർവ് സംരക്ഷിക്കാനും സഹായിക്കും. ഇന്ത്യയും മലേഷ്യയും വെറും അയൽക്കാരല്ല, സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ രണ്ട് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇനിയുള്ള കാര്യം, ഇന്ത്യയും മലേഷ്യയും വെറും അയൽക്കാരല്ല, സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ രണ്ട് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. പ്രതിരോധ മേഖലയിൽ SU-34 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി സഹകരണം വർദ്ധിപ്പിക്കാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കൈകോർക്കാനും തീരുമാനമായിട്ടുണ്ട്. കടലിലെ സുരക്ഷാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ മലേഷ്യയുടെ സഹകരണം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മലേഷ്യയുടെ SU-30 യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റും ഇന്ത്യയുടെ സഹായം അവർ തേടിയിട്ടുണ്ട്. ഇത് പ്രതിരോധ മേഖലയിൽ ഭാരതത്തിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. മലേഷ്യയിൽ ഏകദേശം 27 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ട്. അതിൽ വലിയൊരു വിഭാഗം തമിഴ് മലയാളി സമൂഹങ്ങളാണ്. അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ മലേഷ്യയിൽ ഒരു തിരുവള്ളുവർ സെന്റർ സ്ഥാപിക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചു. കൂടാതെ സബാ സ്റ്റേറ്റിൽ ഇന്ത്യയുടെ പുതിയൊരു കോൺസുലേറ്റ് തുടങ്ങാനും തീരുമാനമായിട്ടുണ്ട്. ഇത് അവിടെയുള്ള പ്രവാസികൾക്ക് വിസ, പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾ എളുപ്പമാക്കും. ഈ സന്ദർശനത്തിന് വലിയൊരു രാഷ്ട്രീയ മാനമുണ്ട്. മലേഷ്യയിൽ ഭരണമാറ്റത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. പഴയ ശത്രുതകൾ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറായത് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സ്വാധീനം കൊണ്ടാണ്.
അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ ഇന്ത്യയെ പോലൊരു വിശ്വസ്ത സുഹൃത്തിനെ മലേഷ്യയ്ക്കും ആവശ്യമാണ്. അജിത് ദോവലിന്റെ കാനഡ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ മോദിയുടെ മലേഷ്യൻ യാത്രയും വമ്പൻ വിജയമായി മാറുകയാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് സാമ്പത്തികമായും സാംസ്കാരികമായും മലേഷ്യയെ ഇന്ത്യയുടെ കൂടെ നിർത്തിയിരിക്കുന്നു. ഇത് പുതിയ ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ചുരുക്കത്തിൽ 2026 ഈ സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധത്തെ ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മലേഷ്യയെ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് ആഗോളതലത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ശത്രു രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.